വക്കീല് തിരക്കിലാണോ? ഇല്ല. എന്താ? ഇന്നിവിടെ തീരെ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി. എന്താ? എന്റെ ഓർമ്മയിലോ പറഞ്ഞറിവിലോ പൂന്തോട്ടം തറവാടിന്റെ മുറ്റത്ത് വന്നു നിന്ന് ഒരു കള്ളുകുടിയനും ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. അതാരാച്ച? നമുക്ക് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. അയാൾ അങ്ങനെ വന്ന് സംസാരിച്ചപ്പോ ഞാൻ ചിന്തിച്ചത് കേസിനെ കുറിച്ചല്ല, മറിച്ച് അയാളെ അങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്താന്ന അത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാ അയാള് പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ നിന്നത്. അല്ലാതെ പൂന്തോട്ടം തറവാടിന് നേരെ ചൂണ്ടിയ വിരൽ പിഴുതെടുക്കാൻ കരുത്തില്ലാഞ്ഞിട്ടല്ല. അയാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാനുള്ള കാര്യം എന്താ? സുധർമ്മയുടെ ചേച്ചിയുടെ മകനായ ബാലൻപിള്ള. ആരായാലും എന്താ, തോന്നിവാസം കാണിച്ച ശിക്ഷ അനുഭവിക്കണം. അതിനല്ലേ ഇവിടെ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. പോലീസും കോടതിയൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ നിന്ന് സുധർമ്മ ഒരു ഒളിച്ചോട്ടം പോലെ ഇവിടുന്ന് പോയത് എന്തിനായിരുന്നു? അത് അവർക്കല്ലേ അറിയൂ. ചോദിച്ചു മനസ്സിലാക്കാൻ അവളിവിടില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യുക? ചില കാര്യങ്ങൾ കൂട്ടി വായിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുക. സുധർമ്മയുടെ മോൻ സച്ചിദാനന്ദനും നമ്മുടെ അപ്പൂട്ടിയും തമ്മിലുള്ള ചില അരുതാത്ത ബന്ധങ്ങളെ കുറിച്ച് വക്കീല് തന്നെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. വക്കീലിന് അന്ന് അങ്ങനെ തോന്നിയത് കൊണ്ടല്ലേ സുധർമ്മയ്ക്ക് നാട് വിടേണ്ടി വന്നത്? അച്ഛൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ക്രൂശിക്കുക. ഞാൻ ക്രൂശിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. മകളെ പോലെ സ്നേഹം കൊടുത്തിട്ടും ഒരു വാക്ക് പോലും പറയാതെ അവൾ പോയപ്പോഴുണ്ടായ വേദന. അതൊക്കെ പോട്ടെ, അവൾ സുരക്ഷിതമായി ഒരിടത്തുണ്ടെന്നറിഞ്ഞല്ലോ, അത് സമാധാനം. വക്കീലേ, അപ്പൂട്ടിയുടെ കാര്യത്തിൽ തന്റെ അറിവോടെ ഞാനൊരു ഉറച്ച തീരുമാനമെടുക്കാൻ പോവാ. അപ്പൂട്ടിക്ക് നമ്മുടെ അജയനെ തന്നെ ഉറപ്പിക്കാം. അത് അവളുടെ സമ്മതം വാങ്ങുന്നതും അജയനോട് സംസാരിക്കുന്നതും ഒക്കെ ഞാൻ ഏറ്റു. വക്കീല് എതിരൊന്നും പറയാതിരുന്നാ മതി. അച്ഛന്റെ ഇഷ്ടം. ബാല, നീ എന്തുദ്ദേശിച്ച അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയേ? എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നു നിനക്ക്? ചിലതൊന്നും അങ്ങനെ ചോദിച്ചും പറഞ്ഞും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ തോന്നി അങ്ങ് ചെയ്തു. എന്നാലും അത് ശരിയായില്ല. എനിക്കിത് കേൾക്കുമ്പോഴാ കുഞ്ഞുമേടെ ഓരോ വർത്താനം. 10-40 കൊല്ലം അവിടെ കിടന്ന് ഒലത്തിയിട്ട് എന്തോ കിട്ടി? കുറെ ആട്ടം തുപ്പും. എന്നിട്ടും അവരാണോ കുഞ്ഞുമ്മയ്ക്ക് വലുത്? അവരൊക്കെ വലിയ മനസ്സുള്ളവരാ മോനെ. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവരെന്നെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എനിക്ക് അവരോടൊന്നും തോന്നില്ല. ഇതിപ്പോ ഞാൻ സ്വയം പോന്നതല്ലേ. എങ്ങനെ പോന്നാലും ശരി, ഇത്തിരി എന്തെങ്കിലും ചെയ്യേണ്ടത് ഒരു മര്യാദയല്ലേ? കുഞ്ഞമ്മ പറയാതെയും ചോദിക്കാതെയാണ് പോന്നെങ്കിൽ പോലും ഞാൻ ചെന്നപ്പോ എന്തെങ്കിലും ഒന്ന് തന്ന് ഇതങ്ങ് സുധാമയ്ക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞുകൂടായിരുന്നു? നല്ല മനസ്സുള്ളവർ അങ്ങനെയൊക്കെയാ. ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ എന്തിനാ ചിന്തിക്കുന്നേ? ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. കുഞ്ഞമ്മയുടെ ഈ രീതി എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഇനി ഒരു ദിവസം കൂടി പോകും ഞാൻ. വേണ്ട, എന്നോട് ചോദിക്കാതെയും പറയാതെ നീ എന്തിനാ പോകുന്നേ? നിന്റെ ആരാ അവിടെ ഉള്ളത്? പോവൂത്രേ. ചേടാ, ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ? ചായ
എന്തായിരുന്നടാ സുധർമ്മക്ക്? ആണെന്നും പറഞ്ഞു നടക്കുന്നു. നിന്നെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ചോറ് തന്ന് വളർത്തിയതേ കണ്ടവളന്മാരുടെ വായിലിരിക്കുന്നത് കേൾക്കാനല്ല. നീ എവിടെ പോണം വരണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അവളാണോടാ? തളേ, നിങ്ങക്ക് അടുക്കള പണിയൊന്നുമില്ലേ? ആ, നല്ല അന്തസ്സായി പണിയെടുത്ത് തന്നെയാ ജീവിക്കുന്നത്, അല്ലാതെ ആരുടെ ഓശാരത്തിനൊന്നും അല്ല. എങ്ങാണ്ടെന്നോ വലിഞ്ഞു കയറി വന്നവൾക്ക് എന്റെ മോനെ പറയേണ്ട കാര്യം എന്താ? ഒന്നും മിണ്ടായിരിക്കല്ലേ. ലോകത്താരോട് സ്നേഹമില്ലാത്തൊരു സാധനം. സ്വന്തം അമ്മ സ്നേഹമില്ലാത്തവളാണെന്ന് നീ തന്നെ പറയണടാ. തന്ത ചത്തേ പിന്നെ പൊന്നുപോലെ നോക്കി വളർത്തിയില്ലേ? എനിക്കിതൊക്കെ തന്നെ കിട്ടണം. എവിടെ തണ്ടി നടക്കുകയായിരുന്നടി? വെച്ചു വെക്കാൻ ഒരുത്തി ഉണ്ടല്ലോ, സമയാവുമ്പോ വന്നിടത്ത് തിന്നാ മതിയല്ലോ. ഓ, വായിക്കാൻ കണ്ടൊരു സാധനം. ഇത് വായിച്ചേച്ചാ ഓരോരുത്തരും ഓരോന്നും ചെയ്ത് വെക്കുന്നേ. കണ്ടോ ബാലൻ കൊച്ചേട്ടാ അമ്മായി കാണിച്ച പണി? വായിച്ചിട്ട് ഇപ്പൊ തിരിച്ചു കൊടുക്കാന്നും പറഞ്ഞ് അപ്പുറത്തെ രാധേച്ചിടിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. നീ എന്തിനാ നേരം വെളുക്കുമ്പോഴേ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നേ? നിന്നെ ഞാൻ തയ്യൽ പഠിപ്പിക്കാൻ കൊണ്ടാക്കി, കയ്യിലൊരു സൂചി കയറിയെന്നും പറഞ്ഞ് അതങ്ങ് നിർത്തി. കമ്പ്യൂട്ടർ പഠിക്കാൻ പറഞ്ഞപ്പോ മിഷീനെ തൊടാൻ പേടി. എന്നാ 9ാം ക്ലാസ് ഒന്ന് പാസ്സാകാൻ പറഞ്ഞപ്പോ അതും വയ്യ. ഞാൻ ഈ മാസികയൊക്കെ വായിച്ച് ഇവിടെ എങ്ങാനും ഇരുന്നോളാം ബാലൻ കൊച്ചേട്ടാ. നല്ല കയ്യൂക്കുള്ളവന്റെ വീട്ടിലോട്ട് ഒന്ന് കേറുമ്പോഴേ നിന്റെ ഈ മാസിക വായനയൊക്കെ അങ്ങ് തീരും. അപ്പൊ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുടെ കൂടെയാ എന്നെ അയക്കാൻ പോന്നെ? ഇല്ല മോളെ, നിന്നെ ഒരു രാജകുമാരന്റെ കൂടെ കൊച്ചേട്ടൻ അയക്കൂ. നിനക്കൊരുപാട് സ്നേഹം തരുന്ന ഒരു രാജകുമാരൻ. നിന്റെ കല്യാണത്തിന് വേണ്ടി കൊച്ചേട്ടൻ കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട്. അതാ തള്ള അറിയണ്ട. ഹോസ്റ്റലിലെ കുട്ടികളുടെ തിരക്കും ബഹളവും ഒക്കെ അല്ലേ, അതുകൊണ്ടാ മോളെ ക്യാന്റീനിലേക്ക് വിളിച്ചോണ്ട് വന്നത്. എന്താ കുറുപ്പച്ച ഇത്ര അത്യാവശ്യമായിട്ട്? എന്തിനായിരിക്കും? കല്യാണക്കാര്യം തന്നെ ആയിരിക്കും. അത് ഞാൻ അച്ഛനോട് സമ്മതിച്ചിട്ടല്ലേ പോന്നത്. അപ്പൂട്ടി എപ്പോഴും എന്റെ കണ്ണും വെട്ടത്ത് തന്നെ ഉണ്ടാവണമെന്നാ കുറുപ്പച്ചന്റെ ആഗ്രഹം. അതിനെന്റെ മോൾക്ക് ഏറ്റവും യോജിച്ചത് നമ്മുടെ അജയനാ. മോളെ ഒരുപാട് സ്നേഹമുള്ളവനാ, പക്വതയും നന്മയും ഒക്കെയുള്ളൊരു ചെറുപ്പക്കാരനാ. അതിലുപരി നിന്റെ ഈ സ്വഭാവവും ബഹളവും ഒക്കെ അവൻ അറിയാമല്ലോ. ഞാനൊരു ബഹളക്കാരിയാണോ കുറുപ്പച്ച? ആയിരുന്നു. ഇനി ഞാൻ അങ്ങനെയൊന്നും ആവില്ല. ഞാൻ ചോദിച്ചതിന് അപ്പൂട്ടി ഒന്നും പറഞ്ഞില്ല. കുറുപ്പച്ചന്റെ ആഗ്രഹമല്ലേ, ഞാനായിട്ട് എതിര് പറയില്ല. നന്ദനും നിന്റെ അമ്മയും തറവാടിനെ വിട്ട് തോടി കളിക്കുമ്പോ മഹേശ്വരി പറയുമായിരുന്നു, ഇവരുടെ കുട്ടികളെ തമ്മിൽ ഒന്നിപ്പിക്കണം, അങ്ങനെ ഈ കുടുംബത്തിന്റെ കണ്ണി അകലാതെ കാക്കണം എന്നൊക്കെ. ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോ അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോ അവളുടെ ആത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യമാവാം നിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നത്. അജയേട്ടനോട് എനിക്ക് വെറുപ്പൊന്നുമില്ല കുറുപ്പച്ച. എല്ലാം കുറുപ്പച്ചന്റെ ഇഷ്ടം പോലെ. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതിന് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് 10 വിറ്റ നാളെ 20, മറ്റന്നാ 40. അങ്ങനെ വെച്ചടി കേറണം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തല പുകച്ച് നേടിയെടുത്തതാ ഈ ചെറുപ്രായത്തിൽ ഞാൻ ഈ സ്ഥാനം. വെറും പൂജ്യത്തിന്ന് തുടങ്ങിയതാ. അതുപോലെ നീയും കഠിനാധ്വാനം ചെയ്യ്. ഒരു വീട്ടിൽ ചെന്ന് കയറിയ അവരെ കൊണ്ട് ഒരു പ്രോഡക്റ്റ് എങ്കിലും നീ എടുപ്പിക്കണം. അതിനുവേണ്ടി വാചകം അടിക്കണം. അല്ലാതെ MBA-കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തരണം. സാറ് കുറെ നേരമായല്ലോ MBA എന്ന് പറഞ്ഞു എന്റെ വിക്കറ്റ് കയറാൻ തുടങ്ങിയിട്ട്. ആ അക്ഷരങ്ങളുടെ വില സാറിന് മനസ്സിലാവില്ല. പരിപ്പുവടയും പച്ചവെള്ളം എന്നൊക്കെ പറഞ്ഞ് സാറിനെ വരട്ടല്ലേ. കഷ്ടപ്പെട്ട് തന്നെയാ ജീവിക്കുന്നത്. സാറ് തരുന്ന ശമ്പളത്തേക്ക് കൂടുതൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു വെച്ച് ഇങ്ങനെയുണ്ട് ഒരു പീഡനം. സാറിന് ഇഷ്ടമില്ലെങ്കിൽ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. ചേടാ, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് സച്ചിദാനന്ദൻ ഇങ്ങനെ
ഇതാ ഇപ്പോഴത്തെ പിള്ളേരുടെ കുഴപ്പം. ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ആ അതൊക്കെ കള. ഇന്നൊരു 100 വീടെങ്കിലും കവർ ചെയ്യണം. ശരി, സച്ചിദാനന്ദ പോയിക്കോ. ഇനി നിന്റെ കോഴി എന്റെ വളപ്പ് കേറിയ പണ്ടാരത്തിൽ ഞാൻ അടിച്ചു കൊല്ലും. ഞാൻ കണ്ടവന്റെ അയ്യത്തെ തീറ്റ കണ്ടോട് കോഴിയെ വളർത്തണടി. മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക രാവിലെ തന്നെ. ഒരു കാറെന്ന് പറഞ്ഞ സാധനം കൈ കിട്ടിയാ പിന്നെ നിനക്കൊന്ന് കണ്ണു കണ്ടൂടാ. ബാലംപിള്ളയുടെ വീടേതാ? ഇതെന്റെ വീടാ. ആ എന്താ? ബാലംപിള്ളയെ ഒന്ന് കാണാൻ. ദേ അവൻ കാശ് വല്ലതും തരാനുണ്ടെങ്കിൽ അവനോട് വാങ്ങിയേക്കണം. അല്ലാതെ തിരക്ക് ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. ആ എന്താ സുധർമ്മേ, ഞങ്ങൾ വന്നിട്ട് അകത്തേക്ക് വിളിക്കുന്നില്ലേ? വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. കുറുപ്പച്ചനകത്തോട്ട് വന്നാട്ടെ. വാ മക്കളെ. സച്ചിവ, പൂന്തോട്ടത്തിലെ അല്ലേ? ഇത് മനുഷ്യനോ രാക്ഷസനോ? ഇവരുടെയൊക്കെ ഇടയിൽ നീ ഇത്രയും കാലം എങ്ങനെ കഴിഞ്ഞു സുധർമ്മേ? കുറുപ്പച്ചനിരുന്നാട്ടെ. ബാലംപിള്ള അവിടെ വന്നിരുന്നു. അങ്ങനെയാ നീ ഇവിടെയാണെന്ന് അറിഞ്ഞത്. ഞാൻ അറിയാതെ പോന്നതാ അവൻ. സുധാമ്മ പൂന്തോട്ടത്തിലെ ആണെന്നാ ഞാൻ ഇത്രയും നാള് കരുതിയിരുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നില്ലേ? നീ പോന്നപ്പോ എനിക്കെന്റെ വലം കൈ നഷ്ടപ്പെട്ടതുപോലെയായി. ഈ വയസ്സിന് നേരത്തും കാലത്തും ഇത്തിരി വെള്ളം തരാൻ അവിടെ ആരാ ഉള്ളത്? നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല സുധർമ്മേ. എന്നോട് പോലും പറയാൻ വയ്യാത്ത എന്തോ ഒന്ന് നിന്നെ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇങ്ങനെ ചിലതൊക്കെ ജീവിതത്തിലുണ്ടാവും. പിടിച്ചു നിൽക്കണം. പോരുമ്പോ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല നാടും മനുഷ്യരുവാ. പുറമേ കാണും പോലല്ല, സ്നേഹമുള്ളവരാ. തന്റെ ജോലിയൊക്കെ എങ്ങനെ? കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. തുടക്കമായതുകൊണ്ടാ. ഏതു ജോലിയായാലും അതുമായി ഒന്ന് ഇണങ്ങും വരെ കുറച്ച് വിഷമം തോന്നും. മറ്റൊരു നല്ല ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം വേണം. നാട്ടിലെന്തൊക്കെ ഉണ്ടാ ചേട്ടാ വിശേഷങ്ങൾ? എന്ത് വിശേഷം? എന്നത്തെയും പോലെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. നീ എന്താ അവറിനെ പറ്റിയൊന്നും ചോദിക്കാത്ത? എത്ര കാലമെന്ന് വെച്ചാ നീ ഇവിടെ ഇങ്ങനെ കഴിയുന്നത്?
നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ ഇത്ര ദൂരം വന്നത്. എനിക്കിവിടെ അടുത്തൊരു ജോലി കിട്ടി. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുകയെന്ന് വെച്ചാ അത് കളഞ്ഞിട്ടെങ്ങനെ അങ്ങോട്ട് വരുന്നത്? ജോലി കിട്ടിയല്ലോ, നന്നായി. സച്ചി, അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. ആ ഓർമ്മ എപ്പോഴും വേണം.